ഇവിടെ ഒരു കാര്യം ഞാൻ ഇതിൻ്റെ ഭാഗമായി രാഷ്ട്രീയമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ചില ജമാഅത്തെ പരാമർശം നടത്തിയത്. ആസന്നമായ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSSൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണ് NDA മത്സരിക്കുന്നത്. അപ്പുറം ജമാഅത്തയുടെ സഹായത്തോടു കൂടിയിട്ടാണ് UDF മത്സരിക്കുന്നത്. ഈ രണ്ട് വർഗീയ പ്രസ്ഥാനങ്ങളും നേതൃത്വം കൊടുക്കുന്ന, പിന്തുണക്കുന്ന രണ്ട് വിഭാഗത്തെയും എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ മാത്രമേ കേരളത്തിൽ മതസൗഹാർദ്ദം സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതായിരുന്നു എൻ്റെ പരാമർശത്തിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. ആ സമയത്ത് മാറാട് എന്ന ഒരു പേര് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഏത് കക്ഷിയും അധികാരത്തിൽ വരുന്നത് വർഗീയ ശക്തികളുടെ സഹായത്തോടു കൂടിയിട്ടാണെങ്കിൽ ആ വർഗീയ ശക്തികൾ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കും. ഇവിടെ ജമാഅത്തയുടെ സഹായത്തോടു കൂടിയിട്ടാണ് UDF അധികാരത്തിൽ വരുന്നതെങ്കിൽ ആ ഗവൺമെൻറ്റിനെ ജമാഅത്തെ, എൻ്റെ വാക്കതാണ്, സ്വാധീനിക്കും. മാത്രവുമല്ല ആഭ്യന്തരത്തെ സ്വാധീനിക്കും, കൺട്രോൾ ചെയ്യും. ജമാഅത്തെ ഭരിക്കുമെന്നോ ജമാഅത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമെന്നോ അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നീട് ഇങ്ങനെ വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് എന്താണ് എന്നുള്ളത് കൈരളി ലൈവായി സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞ കാര്യം, ജമാഅത്തയുടെ സഹായത്തോടു കൂടി UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെ സ്വാധീനിക്കും, ആഭ്യന്തര വകുപ്പിനെ കൺട്രോൾ ചെയ്യും, നിയന്ത്രിക്കും. അത് കമ്മ്യൂണൽ ഹാർമണിയെ ബാധിക്കും. മാറാട് പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് ഇടവരുത്തും. ഈ മുന്നറിയിപ്പ് ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞാൻ ആർജിച്ചെടുത്ത അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. RSSൻ്റെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആപത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. അതിന് ഡിഫേമേഷൻ ആയിട്ടില്ലല്ലോ. മാറാടെന്ന് പറഞ്ഞാൽ കമ്മ്യൂണലിസത്തിൻ്റെ ഭാഗമായി, വർഗീയതയുടെ ഭാഗമായി അത് വ്യാഖ്യാനിക്കപ്പെടും. കമ്മ്യൂണൽ ഹാർമണി ഇല്ലാതാകും, വർഗീയതയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും, സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കും. ഈ പേര് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ബാബറി മസ്ജിദ് പ്രശ്നത്തിന് ശേഷം എത്ര പ്രാവശ്യം ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞിട്ടുണ്ട്? ഗുജറാത്ത് സംഭവത്തിന് ശേഷം എത്ര പ്രാവശ്യം ഗുജറാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്? മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം എത്ര പ്രാവശ്യം മഹാത്മാഗാന്ധിയുടെ കൊലപാതകം നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ചരിത്രം ഓർമ്മപ്പെടുത്തുന്നതും ചരിത്രത്തിൽ സംഭവിച്ച വസ്തുതകൾ എടുത്തു പറയുന്നതും ചരിത്രത്തിൻ്റെ കറുത്ത അധ്യായങ്ങൾ തുറന്നു കാട്ടുന്നതും ആവർത്തിക്കാതിരിക്കാനാണ്. അത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു അപ്രിയൻഷനാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ. അത് ഡിഫേമേഷൻ്റെ അകത്ത് പെടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല. ഉത്തമ വിശ്വാസത്തിൽ അവരുടെ രാഷ്ട്രീയ ആശയം പറയുന്നതും രാഷ്ട്രവും ജനങ്ങളും അഭിമുഖീകരിക്കാൻ പോകുന്ന ആപത്തും ആശങ്കയും തുറന്നു കാട്ടുന്നതും ഡിഫേമേഷൻ അല്ല, അപകീർത്തിപ്പെടുത്തലല്ല, അപമാനിക്കലല്ല, ആക്ഷേപിക്കലല്ല. അത് ചരിത്രത്തിലെ കറുത്ത പാടുകൾ ആവർത്തിക്കാതെ ഇരിക്കാനുള്ള മുന്നറിയിപ്പാണ്.